ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാനായിട്ടുള്ള ഗോബി അല്ലെങ്കിൽ കോളിഫ്ലവർ ഇതുപോലെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ അടർത്തി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഓരോ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അതിനായിട്ട് സ്റ്റൗവിലേക്ക് വെക്കാം. ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ എടുക്കുന്നുണ്ട്. മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ എടുക്കുന്നുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ ഇതിലേക്ക് വേണ്ട സോൾട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ബാറ്റർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു മാവ് രൂപത്തിലാക്കി എടുക്കാം. ഇനി ഇതിന് ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഗോബി ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇതിലേക്ക് നമുക്ക് ചൂടോട് കൂടെ തന്നെ ആഡ് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് ഈ മാവിലൊന്ന് മുക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോളിഫ്ലവർ നല്ല ക്രഞ്ചി ആയിരിക്കും. അതുപോലെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട്. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായിൽ എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് മുരിഞ്ഞു വരണം. അപ്പോൾ ഓരോന്നും മാവിൽ മുക്കിയിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ക്രഞ്ചി ആയി വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. മസാല തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗാർലിക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി അല്ലി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് കുറച്ച് ഗ്രീൻ ചില്ലീസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയൊരു പീസ് ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അതൊന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 1-2 സവാള അരിഞ്ഞത് നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല തയ്യാറാക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി പെട്ടെന്നൊന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് ഒരല്പം സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സവാള വഴറ്റി കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് സോസുകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ 1 ടീസ്പൂണ് സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ സോസ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കം ആണ്. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ ക്യാപ്സിക്കം ഇതുപോലെ സ്ക്വയർ ആക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ആ ഒരു ചൈനീസ് ഡിഷിന്റെ ആ ഒരു ടേസ്റ്റ് കിട്ടും നമുക്ക്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കോൺഫ്ലവറിന്റെ മിക്സ് ആണ്. അപ്പോൾ കോൺഫ്ലവർ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കുറച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഫുഡ് കളർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ചൈനീസ് ഡിഷിൻ്റെ ആ ഒരു ഇത് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരല്പം കറി ലീവ്സ് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില അതുപോലെ അരിഞ്ഞതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം.
നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കോളിഫ്ലവർ. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് ഈ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഡ്രൈ ഗ്രേവിയാണ്. അപ്പോൾ കുറച്ചൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലെയിമിലിടുക. അപ്പോൾ ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ലാസ്റ്റായിട്ട് ജസ്റ്റ് ഒരല്പം ഗരം മസാല ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില ഇതുപോലെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ടേസ്റ്റി ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതപ്പോൾ ചപ്പാത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ കുബൂസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മസാലയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ റെസിപ്പീസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്